എന്നാലും നമ്മുടെ മമ്മൂട്ടിയോട് ഇവരിങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. ഇന്ന് ഞാൻ നോക്കാൻ നേരത്ത് നമ്മുടെ മമ്മൂട്ടി പത്മഭൂഷൺ മേടിക്കാൻ ഡൽഹി പോകുന്നു, രാഷ്ട്രപതിയുടെ നിന്ന് പത്മഭൂഷൺ മേടിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടൊരു വിഷ്വലൊക്കെ നമ്മുടെ നാട്ടിലെ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രിയെ കാണുന്നു, ഇവർ പരസ്പരം കൈകൂപ്പി കാണിക്കുന്നു, ഈ ഇത്തരത്തിലുള്ള വിഷ്വലും കാണുന്നു. ഇന്ന് ദുൽഖർ സൽമാനും മമ്മൂട്ടിയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും ആ ഫാമിലിയെല്ലാം ഒരുമിച്ച് ഇരിക്കുന്നു. നരേന്ദ്രമോദിൻ്റെ ഒരു ചിത്രം എടുത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ടുണ്ട്. ഇനി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു കലാപരിപാടി ഉണ്ട്. ഇതിപ്പം പറഞ്ഞില്ല പിന്നെ എപ്പോഴാണ് പറയുന്നത്? മമ്മൂട്ടിയുടെ പേരാണോ നിങ്ങളുടെ പ്രശ്നം? മമ്മൂട്ടി മുസ്ലിം ആയതുകൊണ്ടാണോ പത്മഭൂഷൺ കിട്ടാത്തത്, മമ്മൂട്ടിയെ പരിഗണിക്കാത്തത്? ഏത് മോഹൻലാലിന് രാജ്യം അംഗീകാരം നൽകാൻ നേരത്തെ ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു ഇത്. ഇപ്പം എന്താ മമ്മൂട്ടിയുടെ മതം വല്ലതും മാറിപ്പോയോ? മമ്മൂട്ടിയുടെ രാഷ്ട്രീയം വല്ലതും മാറിയോ? ഇപ്പം രാജ്യം പത്മഭൂഷൺ നൽകിയിരിക്കുന്നത് മമ്മൂട്ടിക്കല്ലേ? ഇവിടുത്തെ ഒരു കലാപരിപാടി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അഭിപ്രായം പറയണം കേട്ടോ. പേജ് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഫോളോ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സംഭവം എന്ന് വെച്ചാൽ, ഒരു 2 വർഷം മുമ്പ്, കൃത്യം പറഞ്ഞ 2 വർഷം മുമ്പ് നമ്മുടെ നാട്ടിലൊരു പ്രധാനപ്പെട്ട മീഡിയ ഉണ്ട്, ഇരുട്ട് മുറിയിൽ ഇരുന്നിട്ട് ലോകത്തെ പല കാര്യങ്ങളെപ്പറ്റി ഇവർ ചർച്ച ചെയ്യും, ഒന്നും നടക്കാറില്ല. അങ്ങനെ ഒരു ചാനൽ കൊടുത്തിരിക്കുന്ന തലക്കെട്ടാണ് കേട്ടോ, മമ്മൂട്ടിക്ക് പത്മഭൂഷൺ വിലക്കോ, മമ്മൂട്ടിക്ക് കൊടുത്തിട്ട് BJPക്ക് എന്ത് ഗുണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു 10 മിനിറ്റ് ഈ 3-4 പേര് വട്ടം ചുറ്റിയിരുന്നൊക്കെ ചർച്ചയായിരുന്നു. മമ്മൂട്ടിക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കാര്യം, വർത്തമാനകാല ഇന്ത്യയിൽ മമ്മൂട്ടിയുടെ പേരാണോ മതമാണോ അല്ലെങ്കിൽ രാഷ്ട്രീയമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ ബഹളം വെച്ചുകൊണ്ടിരുന്നത്. ഇതേ ആൾക്കാർ തന്നെ ചിലപ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, രാജ്യത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അംഗീകാരം നമ്മളെ മോഹൻലാലിന് കിട്ടുമ്പോൾ, മോഹൻലാലിന് കഴിവില്ലെന്നൊന്നും ആരും പറയത്തില്ല, ചില ആൾക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞത് മോഹൻലാൽ സംഘിയാണ്, അതുകൊണ്ടാണ് ഈ അംഗീകാരം കിട്ടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതേ നരേന്ദ്രമോദി ഗവൺമെൻറ്റാണ് നമ്മുടെ മമ്മൂട്ടിക്കും അംഗീകാരം നൽകിയിരിക്കുന്നത്. മമ്മൂട്ടി രാഷ്ട്രീയം മാറിയോ, മമ്മൂട്ടി സംഘിയായോ? സംഭവം ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത്. മോഹൻലാലിൻ്റെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചുള്ളത്, ഞാൻ കുറേ കാര്യങ്ങൾ തുറന്നു പറയാം. മോഹൻലാൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി ഒരു പൂജ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ആൾക്കാർ സയൻസിൻ്റെ ക്ലാസ് എടുക്കും. അവരുടെ പ്രൊഫൈലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇവർ വലിയ വിശ്വാസികളായിരിക്കും. ഓപ്പോസിറ്റ് സൈഡ് മോഹൻലാലിനെ സയൻസിൻ്റെ ക്ലാസ്സാണ് എടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കേട്ട് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി ഒരു പൂജ ചെയ്യുന്ന മോഹൻലാലിനെ കണ്ടു കഴിഞ്ഞാൽ സംഘി വിളിയാണ് ഇവർ. എന്താ, മോഹൻലാലിന് വിശ്വാസം പാടില്ലേ? മോഹൻലാലിന് ഈ രാജ്യത്ത് അംഗീകരിക്കാൻ പാടില്ലേ? അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ മോഹൻലാൽ സംഖ്യയായി മാറുന്നത് എന്ത് കാഴ്ചപ്പാടാണ്? ഇനി വേറൊരു കലാപരിപാടി ഇന്ന് ഞാൻ നോക്കാൻ നേരത്ത്, ഇതേ നമ്മുടെ എല്ലാം പറയണമല്ലോ, ഈ സമയത്ത് പറഞ്ഞില്ല പിന്നെ നമ്മുടെ ഈ വിഷ്വൽ നോക്കുന്ന, ഇന്ന് പത്മഭൂഷൺ മേടിക്കാൻ നമ്മുടെ മമ്മൂട്ടി പോകാൻ നേരത്ത് അവിടെ പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്, പ്രധാനമന്ത്രി അവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങളും കണ്ടു കാണും. ഈ പ്രധാനമന്ത്രിയെ കാണാൻ നേരത്ത് മമ്മൂട്ടി തന്നെ ഇങ്ങനെ കൈ വെച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു റെസ്പെക്റ്റ് കാണിക്കാറുണ്ട്, തൊഴുത് റെസ്പെക്റ്റ് കാണിക്കാറുണ്ട്. ഇത് എന്താ പറഞ്ഞാന്നറിയോ? അപ്പോൾ മമ്മൂട്ടിക്ക് തൊഴാനും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യുന്നതിനോ. ഇത് സംഭവം എന്ന് വെച്ചാൽ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതേ നരേന്ദ്രമോദി ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന്. അന്ന് ഇവിടെ കുറേ പ്രൊഫൈലുകൾ, എന്ത് ബഹളമായിരുന്നു. ബാക്കിയുള്ള ആൾക്കാരൊക്കെ നരേന്ദ്രമോദിയെ തൊഴുതു, മമ്മൂട്ടി മാത്രം കൈകെട്ടി നിന്നു. ഇന്നെന്താ മമ്മൂട്ടി എന്താ കൈകെട്ടി നിൽക്കാൻ? അതോ മമ്മൂട്ടിയുടെ രാഷ്ട്രീയം മാറിയോ, മമ്മൂട്ടിയുടെ മതം മാറിയോ? ഇവിടെ കുറേ ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഒരു പ്രത്യേക മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടെന്നൊക്കെ ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. വെറും പച്ചക്കള്ളമല്ലേ ഇത്? ഇന്ത്യ പോലുള്ള രാജ്യത്താണ് സത്യത്തിൽ ന്യൂനപക്ഷങ്ങൾ ഏറ്റവും സേഫായിട്ട് ജീവിക്കുന്നത്. നിങ്ങൾ വെറുതെ ഒന്ന് പാകിസ്ഥാനിലേക്ക് പോകുക, വെറുതെ ഒന്ന് ബംഗ്ലാദേശിലേക്ക് പോകുക, വെറുതെ ഒന്ന് ചൈനയിലേക്ക് പോകുക, വെറുതെ നമ്മുടെ ചുറ്റുപാടുള്ള പല രാജ്യങ്ങളിലേക്ക് പോകുക. ന്യൂനപക്ഷങ്ങൾക്കൊന്നും അവിടെ ജീവിക്കാൻ പറ്റില്ല, ആരാധന സ്വാതന്ത്ര്യമില്ല. അവിടെ ജനസംഖ്യ എന്നൊക്കെ പറയുന്നത് കുറഞ്ഞു വരികയാണ്. ഇന്ത്യയിൽ ജനസംഖ്യ കൂടി വരികയാണ്. ഇന്ത്യയിൽ ഏറ്റവും നല്ല കംഫർട്ടബിളായിട്ട് അവർ ജീവിക്കുകയാണ്. ഇന്ത്യയിൽ അവർക്ക് എല്ലാ സൗകര്യത്തോടെയും ജീവിക്കുകയാണ്. ഇടയ്ക്ക് എവിടെയെങ്കിലും പ്രശ്നം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൺ വേ ഒന്നുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാകുമ്പോഴാണ് ഇടയ്ക്ക് ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ടെന്ന്. അതല്ലാതെ ന്യൂനപക്ഷങ്ങൾ വളരെ സേഫായി ജീവിക്കുന്ന ഒരു നാട്ടിൽ തന്നെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇവിടെ മമ്മൂട്ടിക്ക് പത്മ പുരസ്കാരം ലഭിക്കുന്നതിനോ കൊടുക്കുന്നതിനോ ഒരു ബുദ്ധിമുട്ടും ആർക്കും ഇല്ല. ഇനി പോട്ടെ, ഇവിടെ കുറേ ആൾക്കാർ ബഹളമൊക്കുന്നുണ്ടായിരുന്നു, പത്മ പുരസ്കാരം മമ്മൂട്ടിക്ക് കൊടുക്കുന്നില്ല, മമ്മൂട്ടിയുടെ മതമാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് 10 വർഷം ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ്സുകാരല്ലേ, എന്തുകൊണ്ടെടുക്കാൻ അന്ന് മമ്മൂട്ടിയുടെ മതം നിങ്ങൾ നോക്കിയിട്ടാണോ കൊടുക്കാഞ്ഞത്? അപ്പോൾ ഈ നാട്ടിൽ ഒരാൾക്കൊരു അവാർഡ് പ്രഖ്യാപിക്കുന്നു, അവരെ വെച്ചിട്ട് മോഹൻലാലിനൊരു അവാർഡ് പ്രഖ്യാപിക്കുന്നു വെക്കുക, മമ്മൂട്ടി കൊടുത്തില്ലെന്നും പറഞ്ഞിട്ട് ഇവർ ബഹളം വെക്കുക. അങ്ങനെയാണെന്ന് ഈ നാട്ടിൽ മധു ഉണ്ടല്ലോ, മധുവിന് അവാർഡ് കൊടുക്കാൻ അർഹനല്ലേ മധു? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പഴയ നടൻ മധു. അങ്ങനെ ഓരോരുത്തർക്കും അർഹതയൊക്കെ ഉണ്ട്. പക്ഷെ ഒരാൾക്ക് കൊടുക്കാൻ നേരത്ത് അത് വെച്ചിട്ട് മതം കുത്തിക്കയറ്റി, ജാതി കുത്തിക്കയറ്റി, വർത്തമാനകാല ഇന്ത്യയിൽ ഈ ഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർക്കൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞിട്ട് വാർത്ത കൊടുത്ത് ഒരു ഇരുട്ടുമുറിയിലിരുന്ന് ചർച്ച ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട മീഡിയയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലും വലിയ രീതിയിൽ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതേ മീഡിയ തലക്കെട്ടിട്ടുകൊണ്ടിരിക്കുകയാണ്, മമ്മൂട്ടിക്ക്
എന്ത് പത്മ പുരസ്കാരം രാഷ്ട്രപതി കൊടുത്തു, സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേ ആൾക്കാർ ഇന്ന് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 2 വർഷം മുമ്പ് ഇവർ തന്നെ പറഞ്ഞു മമ്മൂട്ടിയുടെ കൊടുത്തിട്ട് അവർക്ക് എന്ത് കിട്ടാനാണെന്ന്. ഇപ്പം എന്ത് കിട്ടാനാ? വോട്ട് വല്ലതും കിട്ടുമോ കേരളത്തിൽ? മമ്മൂട്ടിക്ക് BJPക്കാർ പത്മ പുരസ്കാരം കൊടുത്തു കഴിഞ്ഞാൽ ആര് വോട്ട് ചെയ്യാൻ? ആരും വോട്ട് ചെയ്യത്തില്ല. കിട്ടിയത് മമ്മൂട്ടിക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ആരാധകരായിട്ടുള്ളത് നമുക്കൊക്കെ വളരെ സന്തോഷമുള്ളൂ. മമ്മൂട്ടി പോലുള്ളൊരു നടന് പത്മ പുരസ്കാരം അർഹതയുണ്ട്, അത്രയേ ഉള്ളൂ, അർഹതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം സന്തോഷമുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് പല ആൾക്കാരും വന്ന് കുത്തിത്തിരിപ്പാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ഈ 3-4 പേര് വട്ടം ചുറ്റി ഇരുട്ടുമുറിയിൽ ഇരുന്നിട്ട് എന്തൊക്കെയാണ് ഇവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതുപോലെ അങ്ങ് വിഴുങ്ങി. ഇതുപോലെ തന്നെയാണ് ഈ നാട്ടിലെ ഈ ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ തന്നെയാണ് ഇവർ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവർ കൊടുക്കുന്ന വാർത്തയൊന്നും ലോകത്ത് എവിടെ സംഭവിക്കത്തില്ല. നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ്. അത്യാവശ്യം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവും. ഇവർ കൊടുക്കുന്നത് ഒന്നും നടക്കാറുമില്ല, വെറുതെ. ഇനി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ, സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ഇവിടെ എന്ത് ബഹളമായിരുന്നു. ഒരാവശ്യമില്ലാത്ത കുറേ ആൾക്കാർ രാഷ്ട്രീയം കുത്തിക്കിട്ടിയിരുന്നെങ്കിൽ ബഹളമായിരുന്നു. നരേന്ദ്രമോദി പ്രധാനമന്ത്രി വന്നിട്ടുണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടെ സൗഹൃദത്തിലുള്ളത് കൊണ്ട് കുറേ സിനിമാ നടന്മാരും അവിടെ ഉണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ മോദി അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു. അവർ ചിലർ ഷേക്കാൻഡ് കൊടുത്തു, ചില ആൾക്കാർ കൈകൂപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് കാണിച്ചു. മമ്മൂട്ടി കൈകെട്ടി നിന്നു എന്നൊക്കെ പറഞ്ഞു. എന്ത് സ്റ്റാറ്റസ് ഇട്ട് ബഹളമായിരുന്നു ഈ നാട്ടിൽ. ഇപ്പം എന്താ നരേന്ദ്രമോദിക്ക് മമ്മൂട്ടിയുടെ മതം ഇപ്പം നോക്കണ്ടേ? അല്ലെങ്കിൽ BJPക്ക് ഇപ്പം മമ്മൂട്ടിയുടെ മതം നോക്കണ്ടേ? കൊടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആര് ചോദിക്കാനാണ്? ഇവിടെ ഇരുന്ന ആൾക്കാർ ഓരോ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നല്ല, പ്രത്യേകിച്ച് വല്ല കാര്യമുണ്ട്. അപ്പോൾ കൊടുത്തില്ലെന്ന് തന്നെ വെക്കുക. ഇവിടെ കുറേ ആൾക്കാർ ഇരുന്നിട്ട് വട്ടം ചുറ്റിയിരുന്ന മീഡിയക്കാരും അല്ലാതെ കുറച്ച് ആൾക്കാരും ഈ സമയത്ത് ഇരുന്നിട്ട് മമ്മൂട്ടിയുടെ മതമാണോ രാഷ്ട്രീയമാണോ നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ ചോദിച്ചാൽ മതിയല്ലോ. അവരിത് മൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് കൃത്യമായി ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. ഇപ്പോഴത്തെ പത്മ പുരസ്കാരങ്ങളെ പറ്റി ഒറ്റപ്പെട്ട രീതിയിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും വലിയൊരു ശതമാനവും അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്. പഴയ പോലെ പ്രാഞ്ചിയാട്ടം പരിപാടി ഒന്നും ഇല്ലാത്ത രീതിയിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ട കയ്യിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. അതായത് നരേന്ദ്രമോദിക്ക് പത്മ പുരസ്കാരം മതം നോക്കിയല്ല കേന്ദ്ര സർക്കാർ മമ്മൂട്ടിക്ക് കൊടുത്തത്. മതം നോക്കിയാണെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട കാര്യമില്ല. ഈ രാജ്യത്ത് ഒരു ന്യൂനപക്ഷവും ബുദ്ധിമുട്ടി ജീവിക്കുന്നില്ല. പ്രശ്നക്കാർക്ക് മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട്. ബാക്കി എല്ലാവരും വളരെ സേഫായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ബാക്കിയുള്ള രാജ്യങ്ങളിൽ, തൊട്ടടുത്ത് കിടക്കുന്ന പല രാജ്യങ്ങളിലും ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതൊന്നും ഒരു പ്രശ്നമില്ലാതെ ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇതെല്ലാവരും മനസ്സിലാക്കണം. ഇന്ന് എന്തായാലും ഒരൊറ്റ ദിവസം കൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞു തീർക്കാൻ പറ്റിയെന്നുള്ളതാണ്. എന്തൊക്കെയായിരുന്നു 2 വർഷം മുമ്പ് ഇവിടെ ഇരുന്ന് ചർച്ച? മമ്മൂട്ടിയുടെ പേരാണോ ഇവിടുത്തെ പ്രശ്നം? വർത്തമാനകാല ഇന്ത്യയിൽ മമ്മൂട്ടിയുടെ പേര് ഉള്ളൊരു വ്യക്തിക്ക് മമ്മൂട്ടിയുടെ മതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ എന്ത് ചർച്ചയായിരുന്നു, എന്ത് ബഹളമായിരുന്നു ഈ നാട്ടിൽ. എന്നിട്ടിപ്പോൾ എന്തായി? ആദ്യം പേജ് കാണുന്നത് ഫോളോ ചെയ്യില്ലല്ലോ. ചില ആരെങ്കിലുമൊക്കെ ഇതൊക്കെ ഒന്ന് പറയേണ്ടതായിട്ടുണ്ട് കേട്ടോ. ചുമ്മാ ഇത് സത്യത്തിൽ ആർക്കും ഇവിടെ വർഗീയതാണ്. ചില ടീമുണ്ട് ഈ മതേതരത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഇരുന്നങ്ങ് വർഗീയത പറയും. മമ്മൂട്ടിക്ക് കൊടുത്തില്ല, മമ്മൂട്ടിയുടെ മതമാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കും. അതേ സമയത്ത് മറ്റൊരാൾക്കാണ് അർഹതപ്പെട്ടവർക്ക് കിട്ടിയത്. മോഹൻലാലിന് കിട്ടാന്നിട്ട് മോഹൻലാലിനെ പിടിച്ച് സംഗീതം പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കും. സത്യത്തിൽ ആർക്കും എവിടെ വർഗീയത? നിങ്ങളൊന്നും കൂടെ ആലോചിച്ച് നോക്കി, കാര്യം മനസ്സിലാവും.